എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു ചെറിയ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അത്ര വലിയ ലെങ്തി ആയിട്ടുള്ള വീഡിയോ അല്ല. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വട. ഉഴുന്നുവടയല്ല, ഉഴുന്നുകൊണ്ട് റവയും കൂടി ചേർത്തിട്ടുള്ള ഒരു വട. ഉഴുന്നും റവയും കൂടെ ചേർത്തിട്ടുള്ള ഒരു വടയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഉഴുന്ന് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ കേട്ടോ. അതായത് ഈ വട ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇഡലിക്ക് മാവ് അരച്ചപ്പോൾ ഉഴുന്നരയ്ക്കുമല്ലോ, ആ ഉഴുന്നിൽ നിന്ന് ഒരു കപ്പ് ഉഴുന്നെടുത്തിട്ട് പിന്നെ അതിനകത്ത് റവയും കൂടെ ചേർത്തിട്ടുള്ള ഒരു വടയാണ്. നമുക്ക് വളരെ പെട്ടെന്ന്, അതായത് നമ്മളിപ്പോൾ ദോശയ്ക്കോ ഇഡലിക്കോ ഒക്കെ മാവ് അരയ്ക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കണമെന്ന് വെച്ചു. അപ്പോൾ അതിൽ നിന്നുള്ള ഉഴുന്നെടുത്താൽ മതി. കുറച്ച് റവ അതിൽ മിക്സ് ചെയ്യുക. പിന്നെ ഇഞ്ചി, പച്ചമുളക്, ഉള്ളി ഇതെല്ലാം ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വട. പിന്നെ ഇത് ഉഴുന്നുവടയേക്കാൾ ഒരു വ്യത്യസ്തമായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉഴുന്നുവട അത് കറക്റ്റ് പാകത്തിന് വന്നില്ലെങ്കിൽ നമുക്കതിൻ്റെ ഷേപ്പൊക്കെ വരുത്താൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് പെട്ടെന്ന് നമുക്ക് ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു എളുപ്പം. പിന്നെ പുറം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഇത് ചട്നി കൂട്ടി കഴിക്കാം, സാമ്പാർ കൂട്ടി കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വട തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. നമ്മുടെ വീഡിയോയിലേക്ക് പോകാൻ വരും. ഇവിടെ ഞാൻ ഉഴുന്നരച്ച് വെച്ചിട്ടുണ്ട്. അതായത് ഇതൊരു 1 കപ്പോളം അരച്ച ഉഴുന്നുണ്ട്. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ 1 കപ്പ് ഉഴുന്ന് അരച്ചത് നല്ല പോലെ അരച്ചിട്ടുണ്ട്. അധികം വെള്ളം ചേർക്കാതെയാണ് അരച്ചിരിക്കുന്നത്. ഇഡലിക്ക് വേണ്ടി അരയ്ക്കാനായിട്ട് ഉഴുന്നിട്ടതാണ്, അതിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് റവ എടുത്തിരിക്കുന്നത് നമ്മുടെ ഉഴുന്ന് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇവിടെ ഒരു 4ഓ 5ഓ ചെറിയ ഉള്ളി കട്ട് ചെയ്തതാണ്, ചെറുതായി കട്ട് ചെയ്തത്, അത് ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ പച്ചമുളക് കട്ട് ചെയ്തതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതും ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഇനി ഒരൽപ്പം ചില്ലി ഫ്ലേക്സ്, അത് അല്പം മതി, അല്ലെങ്കിൽ എരിവ് കൂടുതലായി പോകും. ഇനി ഇതിലേക്ക് ഇത് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തത്. അടുത്തായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഞാനിവിടെ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. വളരെ ചെറിയൊരു ചീനച്ചട്ടിയാണിത്. ഇതിൽ കുറച്ച് എണ്ണ മാത്രമേ ഒഴിച്ചാൽ മതി. കാരണം വലിയത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എണ്ണ ഒഴിക്കേണ്ടി വരും. അപ്പോൾ പിന്നെ നമുക്ക് ആ എണ്ണ കളയാനും മനസ്സ് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ചെറിയ ചീനച്ചട്ടിയാണ് വെച്ച് ഇരിക്കുന്നത്. നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഞാനിത് ഒരു വടയുടെ ഷേപ്പിൽ ഉണ്ടാക്കിയതാണ്. ഇത് നമുക്ക് ഷേപ്പ് വരുത്താൻ ഈസിയാണ് കേട്ടോ. മറ്റേ ഉഴുന്നുവട പോലെ ഉള്ള അത്ര ബുദ്ധിമുട്ടില്ല. കാരണം റവ ആയതുകൊണ്ട് ഇതതിൻ്റെ ആ വാട്ടർ കണ്ടൻറ്റ് അബ്സോർബ് ചെയ്തെടുക്കും. നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മുടെ ഇവിടെ വട മുരിഞ്ഞ് വരുന്നുണ്ട്. ഒരു വശം മൂത്ത് കഴിയുമ്പോൾ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഒരു വശം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഈ വട ചൂടോടെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. തണുത്ത് കഴിഞ്ഞാൽ അത്ര ഇതാവില്ല, ചൂടോടുകൂടി നല്ല ടേസ്റ്റാണ്. തണുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഉണ്ടാക്കി കുറച്ച് സമയമൊക്കെ കഴിയുവാണെങ്കിൽ പിന്നെ ചൂടാക്കിയിട്ട്, മൈക്രോവേവ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് ചൂടാക്കി കഴിക്കും. നമ്മുടെ വട മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. വേണമെങ്കിൽ നമുക്ക് കൈയൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഈ മാവെടുത്തുരുട്ടി ഷേപ്പ് വരുത്താം. അപ്പോൾ അങ്ങനെ കയ്യിലൊട്ടും ഒട്ടിപ്പിടിക്കില്ല. കണ്ടോ, അതേപോലെ ചെയ്താൽ മതി.
അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് വടയായിട്ട് ഷേപ്പ് ചെയ്തിടാൻ പറ്റും. പിന്നെ ഞാനിവിടെ വലിയ പാത്രത്തിൽ വലിയ പാനിലൊന്നും എണ്ണ എടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് എണ്ണയിൽ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് എണ്ണ എടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ചെറിയൊരു പാൻ വെച്ചത്. ഒന്ന് മറിച്ചിട്ട് കൊടുത്തു. ആ മുകൾ വശം നല്ലപോലെ വെന്ത് കഴിഞ്ഞപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തു. നമ്മുടെ വട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ പുറം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, ഉള്ളു നല്ല സോഫ്റ്റുമാണ്. ഞാൻ ഒരെണ്ണം കഴിച്ചു നോക്കി, നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും എളുപ്പവുമാണ്. ഉഴുന്നുവട ഇത്തിരി ആ കറക്റ്റ് പാകമായിട്ട് അരച്ചെടുക്കണം. തന്നെയല്ല, ഒട്ടും വെള്ളം പാടില്ല. ഇത് പക്ഷേ നമ്മൾ റവ കൂടി ചേർക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള കുറച്ച് ഇപ്പം ഈവൺ വെള്ളം കുറച്ച് കൂടിയാൽ പോലും, അല്പം ലൂസായാൽ പോലും നമുക്കത് ഈ റവ ചേർക്കുമ്പോൾ അത് നല്ല പോലെ വലിച്ചെടുക്കും ആ വാട്ടർ കണ്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുഴച്ച് ഇത് ആ തുളയൊക്കെ ഇട്ട് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. പിന്നെ സാധനം നല്ല സോഫ്റ്റാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. ചട്നിയൊക്കെ കൂട്ടി കഴിക്കാൻ ബെസ്റ്റാണ്. ഞാൻ ഒരെണ്ണം ഒന്ന് ഒടിച്ച് കാണിച്ചു തരാം. കണ്ടോ, ഉള്ളു കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടുള്ള വടയാണ്. കണ്ടോ, പുറം നല്ല മുരുമുരാന്നിരിപ്പുണ്ട്, ഉള്ളു നല്ല സോഫ്റ്റുമാണ്. ഞാൻ കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റുണ്ട്. എൻ്റെ റവയും ഉഴുന്നും ഉപയോഗിച്ചിട്ടുള്ള വട കണ്ടല്ലോ. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി വേണം. ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, ഇഷ്ടപ്പെടും. വളരെ നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. മധുരം ഇഷ്ടമല്ലാത്തവർക്ക് കഴിക്കാൻ പറ്റിയൊരു ഐറ്റവും കൂടിയാണ്. അപ്പം അടുത്തൊരു വിഭവമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.